കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഇന്ന് ആ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഐ എം സോ പ്രൗഡ്. അത് കല്യാണം കഴിഞ്ഞാൽ ഞാൻ പ്രൗഡ് എന്നല്ല, ആ ഒരു ദിവസം വരെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും വിട്ട കുറെ എഫേർട്സും ഞങ്ങളുടെ കുറെ സ്ട്രഗിൾസും ആണ് മെയിൻ ആയിട്ട് അതിൽ കാണാനുള്ളത്. ഐ ഡിഡന്റ് ഗെറ്റ് എനി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം മൈ ഫാമിലി മെമ്പേഴ്സ് ബിക്കോസ് ഓഫ് സോ മെനി റീസൺ. അന്ന് എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അത് എനിക്കൊരു സങ്കടമല്ല, ഐ എം സോ ഹാപ്പി. എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് എന്റെ കല്യാണം നടത്തി എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഓടി നടന്ന് ചെയ്തത്. ഞാൻ മാത്രമല്ല, എന്റെ ഹസ്ബൻഡും, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആ കല്യാണം മൊത്തത്തിൽ നടത്തിയതെന്ന് പിന്നെ പറയാം കേട്ടോ. അപ്പോ അതിന്റെ എല്ലാ കാര്യങ്ങളും, ഇവന്റ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഞങ്ങളുടെ കുറെ എഫേർട്സ് ആണ് അതിൽ കാണാനുള്ളത്. അപ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മള് കല്യാണം കഴിപ്പിക്കുക അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റ്സിന്റെ തലയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഹസ്ബൻഡിന് ജോലിയുണ്ടോ അല്ലെങ്കിൽ അവര് ഫിനാൻഷ്യലി ഭയങ്കര ഓക്കെ ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ എന്നാണ്. എന്നാൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ച് സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ അവർക്ക് ജോലി ഉണ്ടോ എന്ന് ആരും ചിന്തിക്കാറുമില്ല, മിക്കവരും ചോദിക്കാറുമില്ല. ഒരിക്കലും അങ്ങനെ ആവരുത്. രണ്ടുപേരും, മെയിൽ ആയിക്കോട്ടെ ഫിമെയിൽ ആയിക്കോട്ടെ, രണ്ടുപേരും സ്റ്റേബിൾ ആയതിനു ശേഷം